ഇന്ന് ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, ഗ്രീൻ പീസൊക്കെയാണ്. ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറുതായി വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തൊന്ന് നല്ലോണം വഴറ്റണം. അതിനോടൊപ്പം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് അതിന് ശേഷം അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തു. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തത്. ഇനി ഞാൻ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു. കോളിഫ്ലവർ നേരത്തെ കഴുകി വെച്ചിരുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുമ്പോൾ വേണം നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാൻ കൂടെ തന്നെ ഒരു പച്ചമുളക് നടുവേ കീറിയിട്ട് കൊടുത്തു. അതിനോടൊപ്പം വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ ചേർക്കാം. ഇനി അതിനൊപ്പം പൊടികൾ ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഇഷ്ടമല്ല എങ്കിൽ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തത്. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല ചേഞ്ച് ചെയ്യാം. മട്ടൺ മസാല, ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ഞാൻ അരച്ചാണ് ചേർത്തത്. നിങ്ങൾക്ക് അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ സൗണ്ടിന് ഇച്ചിരി വ്യത്യാസമുണ്ട്, പനിയൊക്കെയാണ്, അതുകൊണ്ട്. ഇനിയും ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ചാറിന് എത്രയും ചാറ് വേണോ അത്രതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇനി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ തേങ്ങാപ്പാലില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.